ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ഫിഷുകളെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വ്യൂവേഴ്സ് ഇട്ട കമന്റുകളെ പറ്റിയാണ് പറയാനായി പോകുന്നത്. അപ്പോൾ ഒരു വ്യൂവർ കമന്റ് ചെയ്തത് നമ്മളുടെ ടബിനകത്തൊക്കെ നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ വെക്കാറുള്ളൂ എന്നാണ്. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് മുഴുവനായിട്ട് വെള്ളം വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫിഷുകൾ ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ വെയിറ്റ് കൂടുതൽ കാരണം നമുക്ക് ടബ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യണമെങ്കിൽ അത് സാധിക്കുകയില്ല. അതേപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് SK ഗോൾഡ് ആണ്. അപ്പോൾ നമ്മുടെ SK ഗോൾഡിനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മറ്റൊരു വ്യൂവർ ഇട്ട കമന്റിനെ കുറിച്ചിട്ടാണ് പറയാനായി പോകുന്നത്. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ വ്യൂവർ കമന്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഗപ്പികളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാത്തത് എന്നാണ്. പുതിയ ഗപ്പി ഫിഷുകളെ വാങ്ങിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഗപ്പികളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മളുടെ SK ഗോൾഡ് ഫിഷുകളെ കുറിച്ചിട്ടാണ് പറയാനായി പോകുന്നത്. അപ്പോൾ SK ഗോൾഡ് ഫിഷുകളുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഷുബിങ്കിൻ ഗോൾഡ് ഫിഷുകൾ എന്നാണ്. ഇത് ഗോൾഡ് ഫിഷുകളുടെ തന്നെ മറ്റൊരു വകഭേദമാണ്. അപ്പോൾ ഇവരുടെ പെയറിന് ഏകദേശം 40 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അക്വേറിയം ഷോപ്പിൽ നിന്നും ഏകദേശം 3 എണ്ണത്തെ മാത്രമേ നമുക്ക് ലഭിച്ചുള്ളൂ. അതിൽ ചെറിയ ഒരെണ്ണത്തെ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. നമ്മൾ സ്ഥിരമായിട്ട് അക്വേറിയം ഷോപ്പിൽ നിന്നും ഫിഷിനെ എടുക്കുന്നത് കൊണ്ട് ആ ഒരെണ്ണത്തെ നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മളുടെ SK ഗോൾഡ് ഫിഷുകളെ എല്ലാം അതിന്റെ ടബിലേക്ക് തന്നെ തുറന്നു വിടാനായി പോവുകയാണ്. എന്തായാലും ഇവരെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.